സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടാം തവണയും എതിരില്ലാതെ LDF ഭരണസമിതി അധികാരമേറ്റു. പിറവം സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടാം തവണയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട LDF ഭരണസമിതി അധികാരമേറ്റു. CK പ്രകാശ്, KK സുരേഷ്, PK പ്രസാദ്, TM പോൾ, VC രാജു, അമൽ രാജു, ലതാ ശങ്കർ, സിനി എൽദോ, KC തങ്കച്ചൻ, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, സാജു ചേന്നാട്ട് എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ. വരണാധികാരി മുൻപാകെ അധികാരമേറ്റ ഭരണസമിതി CK പ്രകാശിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. രണ്ടാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട CK പ്രകാശ് മുൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി അംഗവുമാണ്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ്, LT ശ്രീധരൻ, MK രാജൻ, സെക്രട്ടറി റനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പിറവം സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികളെ വീണ്ടും എതിരില്ലാതെ തിരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന ഭരണസമിതി CK പ്രകാശിനെ പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. KK സുരേഷ് നിർദ്ദേശിക്കുകയും മർക്കോസ് തങ്കച്ചൻ പിന്താങ്ങുകയും ചെയ്തുകൊണ്ട് പുതിയ ഭരണസമിതി ഇന്ന് അധികാരം ഏറ്റെടുത്തു. പുതിയ ഭരണസമിതി നിരവധിയാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രഥമ യോഗം തീരുമാനിക്കുകയുണ്ടായി. തരിശുരഹിതമായി കിടക്കുന്ന പാടശേഖരങ്ങൾ ഏറ്റെടുത്ത് കൃഷി ഇറക്കുന്നതിന് മുൻതൂക്കം നൽകുന്ന തീരുമാനമാണ് ഒന്നാമതായുള്ളത്. അതോടൊപ്പം തന്നെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി ഇപ്പോഴേ ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. കൂടാതെ പ്ലാവും തൈ, മാവിൻ തൈ, തെങ്ങിൻ തൈ തുടങ്ങിയിട്ടുള്ള വൃക്ഷത്തൈകൾ മറ്റ് സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് സൗജന്യ നിരക്കിൽ ഇവിടെ കൊണ്ടുവന്ന് സഹകാരികൾക്കും നാട്ടുകാർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ നീതി ലാബറട്ടറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനോടനുബന്ധിച്ച് ടൗണിൽ തന്നെ നീതി ലാബ് എന്ന നമ്മുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ പദ്ധതി നമ്മളിന്ന് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയുണ്ടായി. കൂടാതെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അതിൻ്റെ പ്രവർത്തനം എല്ലാം പെട്ടെന്ന് പൂർത്തീകരിച്ച് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാൻ ആവശ്യമായ സംവിധാനവും നമ്മൾ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നമ്മുടെ പ്രദേശത്തെ സഹകാരികളും മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്ന് ബോർഡ് കമ്മിറ്റി സഹകാരികളോടും നല്ലവരായ നാട്ടുകാരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.